അശോക് കുമാറിന്റെ പ്രിയപ്പെട്ട ബാലൻ. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ചിത്രം. അതിൽ അശോക് കുമാറും ബാലനും തമ്മിലുള്ള ആ ഊഷ്മളമായ ബന്ധം, കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ സ്നേഹം, പിന്നീട് വലിയ ഉയരത്തിലേക്ക് എത്തുമ്പോഴും അശോക് കുമാർ എന്ന മഹാനടൻ അത് മറക്കുന്നില്ല, ബാലനെ തേടിയെത്തുകയാണ്. ആ ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ കഥ പറയുമ്പോൾ മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ദൃശ്യാനുഭവമാണ് സമ്മാനിച്ചത്. ഒട്ടേറെ ഓർമ്മകൾ മിന്നിമായുന്നുണ്ടാകാം. രോഗാവസ്ഥ പിന്നിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് മാത്രമാണ് മമ്മൂട്ടിയും ഇപ്പോൾ മോഹൻലാൽ എത്തിയിരിക്കുകയാണ് ടൗൺ ഹാളിൽ. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒട്ടേറെ സിനിമകൾ, ഒരു സിനിമ പോലും ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതല്ല. വ്യക്തിജീവിതത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഈ സിനിമകളിലൊക്കെ ഇവർ തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ മോഹൻലാലാണ് ഇപ്പോൾ ടൗൺ ഹാളിൽ എത്തിയിരിക്കുന്നത്. രേഷ്മ, മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധം എത്രയാണെന്ന് ആ ഓരോ സിനിമകളിലും പ്രകടമായിരുന്നു. അതായത് തന്റെ വിജയനെ കാണാനായിട്ട് ദാസൻ എത്തിച്ചേരുന്ന ഒരു നിമിഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. നാടോടിക്കാറ്റിലെ വിജയനും ദാസനും അത്ര കണ്ട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. മമ്മൂട്ടി ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധവും പറയുകയാണെങ്കിൽ അഴകിയ രാവണൻ, പറവത്തൂർ കനവ് തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് ഏറെ നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചത് ശ്രീനിവാസന്റെ തൂലികയാണ്. അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനും വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം നൽകി. ആ ഫ്രെയിമിൽ കാണുന്നത് മലയാളത്തിന്റെ മഹാനടന്മാരായ 3 പേർ, മോഹൻലാല്, മമ്മൂട്ടി, ആ ചേതനയറ്റ ആ ശരീരം, ശ്രീനിവാസനെ, അവരുടെ സ്വന്തം ശ്രീനി. അവരുടെ ഇടയിൽ ശ്രീനിവാസൻ എന്നുള്ള പേരല്ല ഉള്ളത്, വിളിപ്പേര് തന്നെയാണ് ശ്രീനി എന്നുള്ളത്. ആ ശ്രീനിയെ കാണാനായിട്ടാണ്, അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ടാണ് മലയാളത്തിന്റെ 2 മഹാനടന്മാർ ടൗൺ ഹാളിൽ എത്തിയത്. ആ ഫ്രെയിമിലുള്ളത് മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, സംവിധായകരായ സത്യൻ അന്തിക്കാട്, ഒപ്പം ശ്രീനിവാസന്റെ മക്കൾ, ഭാര്യ ഒക്കെ തന്നെ ഉണ്ട്. ശ്രീനിയുടെ മൃതദേഹത്തിന് തൊട്ടരികിൽ ചേർന്ന് തന്നെയാണ് ശ്രീനിവാസന്റെ എക്കാലത്തെയും സുഹൃത്തുക്കളായ ഏറ്റവും വലിയ ആത്മബന്ധമുള്ള മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും ചേർന്നിരിക്കുന്നത്. സംവിധായകനായ സത്യൻ അന്തിക്കാടിന്റെ ചിത്രങ്ങളിൽ വലിയ രീതിയിൽ ഒരു പ്രേക്ഷക സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും ശ്രീനിവാസനോട് സത്യൻ അന്തിക്കാടിനുള്ള ആത്മബന്ധവും നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ശ്രീനിവാസന്റെ ഉറ്റ സുഹൃത്തുക്കൾ ഈ അവസാന യാത്രാ വേളയിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്തി, അദ്ദേഹത്തിന് അരികിൽ ചേർന്നിരുന്നു കൊണ്ട് ആ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ്. അവർക്ക് ഒട്ടനവധി ഓർമ്മകളുണ്ട് ഓർത്തെടുക്കാനായിട്ട്. കാരണം ശ്രീനിവാസന്റെ ആ കാലഘട്ടത്തിൽ, ഇവരുടെയൊക്കെ തന്നെ കാലഘട്ടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രീനിവാസന്റെ തൂലികയിലൂടെ നിറഞ്ഞ സിനിമകളിൽ അവർ ഭാഗമായി, ആ കഥാപാത്രങ്ങളിലൂടെ അവർ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതരായി മാറി. ആ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് ശ്രീനിവാസന്റെ തൂലികയിലൂടെയാകാം, ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെയാകാം, ശ്രീനിവാസനോടൊപ്പം ചേർന്ന് ഇടപഴകിയ കഥാപാത്രങ്ങളിലൂടെയാകാം. നാടോടിക്കാറ്റിലെ രേഷ്മ, മോഹൻലാൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ആ പോസ്റ്റിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ വളരെയധികം വേദനയുണ്ടാക്കുന്നതാണ്. സ്ക്രീനിലും ജീവിതത്തിലും ഞങ്ങൾ ദാസനെയും വിജയനെയും പോലെ ചിരിച്ചും രസിച്ചും പിണങ്ങിയും ഇണങ്ങിയും എക്കാലവും സഞ്ചരിച്ചു. പ്രിയപ്പെട്ട ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ കുറിച്ച വാക്കുകളാണ് ഇത്. അതായത് ദാസനും വിജയനെയും പോലെ തന്നെയാണ് ഞങ്ങൾ ജീവിതത്തിലും സ്ക്രീനിലും ഒരുപോലെയായിരുന്നു. ആ സിനിമ മുതൽ പിന്നീട് ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന സിനിമ വരെ ആ ഒരു സൗഹൃദം, ആ കൂട്ടുകെട്ട് വളരെ കൃത്യമായി കാണാൻ കഴിയുന്നതാണ്. രേഷ്മ, സിനിമയിൽ ഉണ്ടായ കൂട്ടുകെട്ടിനപ്പുറത്തേക്ക് മൂവരും തമ്മിൽ ഒരു ആത്മബന്ധം ഉടലെടുത്തിരുന്നു. കാരണം സിനിമയ്ക്കപ്പുറം ആത്മബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും ശ്രീനിവാസനും. കാരണം അവർ പലപ്പോഴും കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും
കുടുംബത്തിൻ്റെതായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും എല്ലായ്പ്പോഴും അവരുടേതായിട്ടുള്ള സൗഹൃദം വെച്ചു പുലർത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. അത് തന്നെയാണ് ആ ഒരു വിടവാങ്ങൽ സമയത്ത് മമ്മൂട്ടി മോഹൻലാലും പങ്കുവെച്ച ആ വാക്കുകളിലൂടെ പ്രകടമായിട്ടുള്ളത്. ആ ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. ദാസനോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ വിജയന്റെ ആ ഒരു അവസാന വേളയിൽ ദാസൻ അന്ത്യയാത്രാമൊഴി ഏകാനായിട്ട് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് ചേർന്നിരിക്കുന്നു. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ അശോക് കുമാറും ബാലനും തമ്മിലുള്ള ആത്മബന്ധം പോലെ തന്നെയാണ് മമ്മൂട്ടിയും ശ്രീനിവാസൻ തമ്മിലുള്ള ആത്മബന്ധവും. ദാസനും വിജയനും പോലെ തന്നെയാണ് മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള ആത്മബന്ധവും. ഇപ്പുറത്ത് ബാക്കിയുള്ള സുഹൃത്തുക്കളുമുണ്ട്, ബാക്കി അവരുടെ കുടുംബങ്ങളുണ്ട്. ആ ഒരു അവരുടെ ഓർമ്മകളിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലായ്പ്പോഴും അവരുടെ സിനിമ എന്നുള്ള മേഖലയിൽ അവരുടെ വളർച്ചയിലും എല്ലാ ഉയർച്ചയിലും ഈ ഒരു മൂവർ സംഘത്തിന്റെ ഒരു പ്രവർത്തനമുണ്ട്. അവരുടേതായിട്ടുള്ള ആ ബന്ധങ്ങളുടെ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസാന യാത്രയിൽ ശ്രീനിവാസന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് ഓടി മമ്മൂട്ടിയും മോഹൻലാലും. ഇപ്പോൾ മിഥുൻ അയ്യപ്പൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, എടാ വിജയ എന്ന് വിളിക്കുമ്പോൾ എന്താടാ ദാസ എന്ന് മറുവിളി കേൾക്കാൻ ഇനി വിജയൻ ഉണ്ടാകില്ല. ഒപ്പം തന്നെയാണ് മമ്മൂട്ടിയുമായുള്ള ശ്രീനിവാസന്റെ അടുപ്പം എന്ന് പറയുന്നത്. അശോക് കുമാറും ബാർബറാം ബാലൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സിനിമ, കഥ എഴുതുമ്പോൾ എന്ന് പറയുന്ന ആ സിനിമ മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ദൃശ്യാനുഭവമാണ്. അപ്പോൾ നമ്മൾ നോക്കൂ, ആ ഫ്രെയിമിൽ മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, ചേതനയേറ്റ ശ്രീനിവാസനുണ്ട്, സത്യൻ അന്തിക്കാട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, വലിയ ഓർമ്മകൾ ഇരമ്പിയാർക്കുന്ന സമയമാണ്. മലയാളത്തിൻ്റെ മഹാനടന്മാരെ സംബന്ധിച്ചിടത്തോളം, സംവിധായകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഓർമ്മകളാണ് ഇപ്പോൾ ടൗൺ ഹാളിൽ അലയടിക്കുന്നത്. മിഥുൻ, തീർച്ചയായിട്ടും നീലിമ, ഈ ഒരു യുഗത്തിന്റെ അവസാനം എന്ന് തന്നെ വേണം ഇപ്പോൾ ഈ ശ്രീനിവാസന്റെ ഈ അവസാന നാളുകൾ, അല്ലെങ്കിൽ ഈ അനിവാര്യമായിട്ടുള്ള ഈ മടക്കത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ ഈ മലയാള സിനിമയുടെ അധികായന്മാരെല്ലാം തന്നെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ തങ്ങളുടെ സിനിമ യാത്രയിൽ ആദ്യാന്ത്യം ഒപ്പമുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, തങ്ങളെ ഏതൊരു ഘട്ടത്തിലും സ്നേഹിക്കാനും വിമർശിക്കാനും മടിക്കാത്ത ഉത്തമനായിട്ടുള്ളൊരു സുഹൃത്ത് എന്ന് തന്നെ വേണം ഈ ശ്രീനിവാസനെ, ഈ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും എല്ലാം തന്നെ വിലയിരുത്താൻ, അവരുടെ അടുപ്പത്തെ വിലയിരുത്താൻ. പലപ്പോഴും നമ്മൾ പല വിവാദങ്ങളും ഇതുവരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളും ഇവർ തമ്മിലുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും കുറച്ച് അവരുടെ അടുത്ത വൃത്തങ്ങളിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയും, അതുപോലെ തന്നെ തൊട്ടടുത്ത ഒരു പൊതുചടങ്ങിൽ ഏറ്റവും സൗഹൃദത്തോടെ അവരെല്ലാം ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മലയാളം കണ്ടതാണ്, കേരളക്കര അറിഞ്ഞതാണ് ആ സൗഹൃദത്തിന്റെ നൈർമല്യമെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അവരെ കേവലം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളെ സിനിമയിലെ സൗഹൃദത്തിനപ്പുറമുള്ളൊരു അടുപ്പം ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അശോക് കുമാറും ബാലനും അതുപോലെ തന്നെ ദാസനും വിജയനും തമ്മിലുള്ള ബന്ധം എന്നതിനപ്പുറത്തേക്ക് അതിനേക്കാൾ ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം അവർക്കുണ്ട്. കാരണം അവർ ഒന്നിച്ച് കരുപ്പിടിപ്പിച്ചെടുത്തതാണ് ഇന്നത്തെ മലയാള സിനിമ എന്ന് തന്നെ പറയാം. അവർ പരസ്പരം പാലൂട്ടിയാണ് ഈ മലയാള സിനിമയെ വളർത്തിയെടുത്തിട്ടുള്ളത് എന്ന് തന്നെ നമ്മൾ അക്ഷന്തവ്യമായി തന്നെ പറയാവുന്ന ഒന്ന് തന്നെയാണ്. കാരണം മലയാള സിനിമയുടെ ഒരു തലമുറ മാറ്റം സംഭവിക്കുന്നത് മോഹൻലാൽ, മമ്മൂട്ടി, ശ്രീനിവാസൻ എന്നീ തലമുറകളിലൂടെയായിരുന്നു. അത് താരങ്ങളിലേക്ക് എന്ന് മാത്രമല്ല, എഴുത്തിലേക്കും സിനിമയുടെ രീതിശാസ്ത്രത്തിലേക്കും സിനിമയുടെ ഒരു സാങ്കേതികത്വത്തിലേക്കും എല്ലാം ഒരു തലമുറ മാറ്റം സംഭവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ്. നമുക്കറിയാം, ഇവരെ പരസ്പരം എത്രത്തോളം പൂരകമായിരുന്നു എന്നുള്ളത് പലപ്പോഴായി ഇവർ നൽകിയിരിക്കുന്ന അഭിമുഖങ്ങളിലെല്ലാം തന്നെ കാണും. അല്പസമയം മുമ്പ് തന്നെ നമ്മൾ കണ്ട നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. ഒരു വേദിയിൽ നടൻ ശ്രീനിവാസൻ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങി പറഞ്ഞതാണ്, തന്നെ സിനിമയിലെ തിരക്കഥാകൃത്ത് എന്ന ഒരു മഹാസമുദ്രത്തിലേക്ക് മുക്കിക്കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാണ് പ്രിയദർശൻ എന്നുള്ളത്. അഭിനയിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ ലൊക്കേഷനിലെത്തിയ തന്നോട് ഇവിടെ അഭിനയിക്കുന്നത് കൊള്ളാം, പക്ഷേ അഭിനയിക്കാനുള്ള ഒരു സിനിമയ്ക്ക് ഒരു തിരക്കഥ ഇവിടെ ഇല്ല, തിരക്കഥ എഴുതാൻ തയ്യാറാണെങ്കിൽ
സിനിമയിൽ അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതിൽ തുറക്കുകയായിരുന്നു ശ്രീനിവാസിന് മുമ്പിൽ. അവിടെ മുതൽ തുടങ്ങുകയാണ് ശ്രീനിവാസന്റെ ഒരു സിനിമ തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലുള്ള ഒരു ജീവിതം. പിന്നീട് അവിടെ ഉയർന്നു വന്നിട്ടുള്ള കഥകൾ, അവിടെ മലയാളികൾ എത്രയോ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ എല്ലാം ആ കൂട്ടുകെട്ടിൽ നിന്ന് വിടർന്നു വന്നു. സമാനതകളില്ലാത്ത ഹാസ്യം, ഒരുപക്ഷെ മറ്റൊരാൾ പറഞ്ഞാലോ മറ്റൊരാൾ അവതരിപ്പിച്ചാലോ അത്യന്തം മോശമായി പോകാവുന്ന, അനുകരിക്കാനാവാത്ത വിധത്തിലുള്ളൊരു ഹാസ്യം, അത് ശ്രീനിവാസന്റെ മാത്രം സവിശേഷതയാണ്. മറ്റൊരാൾക്കും അനുകരിക്കാൻ കഴിയാത്ത സ്വാഭാവികത അത് അദ്ദേഹത്തിന്റെ ചലനങ്ങളിലും ഭാവാഭിനയങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം എഴുതിയ കഥാപാത്രങ്ങളിലെ ആഴവും അത്തരത്തിൽ തന്നെയായിരുന്നു. സത്യൻ അന്തിക്കാടുമായി ഉണ്ടായ ആ ഒരു കൂട്ടുകെട്ടും നമുക്ക് മനസ്സിലാകാം. എത്രയോ മണ്ണിന്റെ മണമുള്ള, നാടിന്റെ രുചിയുള്ള, ഏറ്റവും സാധാരണ കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന സാധാരണക്കാരന്റെ സിനിമകൾ എത്രത്തോളം ഉയർന്നു വന്നിട്ടുണ്ട് സത്യൻ അന്തിക്കാട്, അതുപോലെ തന്നെ ശ്രീനിവാസൻ കൂട്ടുകെട്ട്